ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മലയാളം ചോദ്യവും ഉത്തരങ്ങളുമാണ്. പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ഏരിയയാണ് മലയാളം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും. ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് ഉത്തരം? ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ധനം പ്ലസ് ഇൽ. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ കിട്ടുന്നത് ധനം പ്ലസ് ഇൽ. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം? ഐച്ഛികം, 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 ഐച്ഛികം. ഇതിലേതാണ് ശരിയായിട്ടുള്ള പദം? ആൻസർ ഓപ്ഷൻ എ ആണ്, ഐച്ഛികം. ശരിയായിട്ടുള്ള പദം ആൻസർ എ ആണ്, ഐച്ഛികം. അടുത്ത ചോദ്യം നോക്കൂ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ധനാശി പാടുക. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കൂലി കൊടുക്കുക, തുടങ്ങുക, അവസാനിക്കുക, പണത്തിന് പാടാം. ഇതിലേതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, അവസാനിപ്പിക്കുക. അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക. അടുത്ത ചോദ്യം നോക്കാം. സെറ്റ് വൺസ് ഹാർട്ട് ഓൺ എന്നതിൻ്റെ ഉചിതമായ മലയാള രൂപമേത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അതിതീവ്രമായ മോഹമുണ്ടാവുക, ഹൃദയങ്ങൾ തമ്മിൽ ചേരുക, തീവ്രാനുരാഗിയാവുക, ഹൃദയങ്ങൾ ഒന്നാവുക. ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്, അതിതീവ്രമായ മോഹമുണ്ടാവുക. സെറ്റ് വൺസ് ഹാർട്ട് ഓൺ ഇതിൻ്റെ ശരിയായ മലയാള രൂപമാണ് അതിതീവ്രമായ മോഹമുണ്ടാവുക. അടുത്ത ചോദ്യം, ലേഖകൻ എന്ന വാക്കിൻ്റെ എതിർലിംഗം എഴുതുക. ലേഖകൻ എന്ന വാക്കിൻ്റെ എതിർലിംഗം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ലേഖകി, ലേഖിക, ലേഖികി, ലേഖനി. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, ലേഖിക. ലേഖകൻ, ലേഖിക. അടുത്ത ചോദ്യം, പര്യായമല്ലാത്തതേത്? പര്യായമല്ലാത്തതേത്? നിലാവിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, വിഹകം. ഉത്തരം ഏതാണ്? പര്യായമല്ലാത്തത്. നിലാവിൻ്റെ പര്യായമല്ലാത്തതാണ് വിഹകം. ഓപ്ഷൻ ഡി ആണ്, വിഹകം. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? ശരിയായ പദമേത്? ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം? അമാത്യൻ, അമാത്യൻ, അമാദ്യൻ, അമാധ്യൻ. ഇതിലേതാണ് ശരിയായ പദം? ഓപ്ഷൻ ബി ആണ്, അമാത്യൻ. ശരിയായ പദം അമാത്യൻ. അടുത്ത ചോദ്യം നോക്കൂ. ഉറൂബ് എന്നത് ആരുടെ തൂലികാനാമമാണ്? ഉറൂബ് എന്നത് ആരുടെ തൂലികാനാമമാണ്? ആരുടെയാണ്? കെ ശ്രീകുമാർ, വി അയ്യപ്പൻ, PC കുട്ടിക്കൃഷ്ണൻ, P കുഞ്ഞനന്ദൻ നായർ. ആരുടെ തൂലികാനാമമാണ് ഉറൂബ് എന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, PC കുട്ടിക്കൃഷ്ണൻ. PC കുട്ടിക്കൃഷ്ണൻ. അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുക. ഒറ്റപ്പദം എഴുതുക. പുത്രൻ്റെ പുത്രി. ഇതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻസ് പേരക്കുട്ടി, പൗത്രി, ദൗഹിത്രി, സ്നുഷ. ഇതിൽ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പൗത്രി. പുത്രൻ്റെ പുത്രി എന്നത് പൗത്രി. അടുത്ത ചോദ്യം, അർത്ഥം എഴുതുക. പനസം. അർത്ഥം എഴുതുക. പനസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് പഞ്ചസാര, പാമ്പ്, ചക്ക, താമര. ഇതിൽ പനസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചക്ക എന്നതാണ്. പനസം, ചക്ക. അടുത്ത ചോദ്യം നോക്കൂ. ശരിയായ രൂപമേത്? ശരിയായ രൂപമേത്? ഓപ്ഷൻസ് ജീവശവം, ജീവച്ഛവം, ജീവച്ഛവം, ജീവച്ഛവം. ഇതിലേതാണ് ശരിയായ രൂപം? ശരിയായ വാക്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജീവച്ഛവം. ശരിയായത് ഏതാണ്? ജീവച്ഛവം. അടുത്തത്, ഇൻ അക്കോർഡൻസ് വിത്ത്. ഉചിതമായ മലയാള പരിഭാഷ ഏത്? ഇൻ അക്കോർഡൻസ് വിത്ത് എന്നതിൻ്റെ ഉചിതമായ മലയാള പരിഭാഷ ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. അതത് സമയത്ത്, അതാണ് ആവശ്യം, അതത് അനുസരിച്ച്, അതിനു പുറമെ. ഇതിലേതാണ് ഇൻ അക്കോർഡൻസ് വിത്ത് എന്നതിൻ്റെ ഉചിതമായ മലയാള പരിഭാഷ? ഉത്തരം ഓപ്ഷൻ സി ആണ്, അതനുസരിച്ച്. ഇൻ അക്കോർഡൻസ് വിത്ത്, അതനുസരിച്ച്. അടുത്ത ചോദ്യം നോക്കൂ. ഒറ്റപ്പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം. ഗുരുവിൻ്റെ ഭാവം എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതാനാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഗാംഭീര്യം, ഗൗരവം, ഗംഭീരം, ഗൗരം. ഇതിലേതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗൗരവം. ഉത്തരം ഓപ്ഷൻ ബി, ഗൗരവം. കണ്ണാടി എന്നർത്ഥം വരുന്ന പദം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ കണ്ണാടി എന്ന അർത്ഥം വരുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മുകുരം, ക്രന്ദം, ത്രാസം, അംശനം. ഇതിലേതാണ് കണ്ണാടി എന്നതിൻ്റെ പദം? കണ്ണാടി എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ആണ്, മുകുരം. കണ്ണാടി എന്നർത്ഥം വരുന്ന പദം മുകുരം. അടുത്ത ചോദ്യം, സഹിതം വിപരീത പദം എന്ത്? സഹിതം വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അഹിതം, ദുർഹിതം, രഹിതം, അപഹിതം. ഇതിലേതാണ് സഹിതം എന്നതിൻ്റെ വിപരീത പദം? ഉത്തരം ഓപ്ഷൻ സി ആണ്. സഹിതത്തിൻ്റെ വിപരീത പദമാണ് രഹിതം. ഓപ്ഷൻ സി, രഹിതം. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഊതിപ്പറപ്പിക്കുക, കാടു കയറുക, ഇലയിട്ടു ചവിട്ടുക, നക്ഷത്രം എണ്ണിക്കുക. ഇതിലേതാണ് കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നക്ഷത്രം എണ്ണിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി, നക്ഷത്രം എണ്ണിക്കുക. കഷ്ടപ്പെടുത്തുക, നക്ഷത്രം എണ്ണിക്കുക. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. ചലച്ചിത്രം എന്ന വാക്കിനെ പിരിച്ചെഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതാണ്? ചല പ്ലസ് ചിത്രം, ചലത് പ്ലസ് ചിത്രം, ചലത് പ്ലസ് ചിത്രം, ചലത് പ്ലസ് ചിത്രം. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചലത് പ്ലസ് ചിത്രമാണ് ചലച്ചിത്രം. അടുത്തത്, സേവകൻ എതിർലിംഗം കണ്ടെത്തുക. സേവകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം കണ്ടെത്താനാണ് ചോദ്യം. ഓപ്ഷൻസ്: സേവകി, സേവിക, സേവിണി, സേവിനി. ഇതിലേതാണ് സേവകൻ എന്നതിൻ്റെ എതിർലിംഗം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സേവിക. ഉത്തരം ഓപ്ഷൻ ബി, സേവിക. അലിംഗ ബഹുവചനമേത്? അലിംഗ ബഹുവചനമേത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സ്വാമികൾ, വധുക്കൾ, ആയമാർ, ജനങ്ങൾ. ഇതിലേതാണ് അലിംഗ ബഹുവചനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജനങ്ങൾ. അടുത്ത ചോദ്യം, അലിംഗ ബഹുവചനം കണ്ടു, ജനങ്ങൾ എഴുതുക. കണ്ടു എന്ന വാക്കിനെ പിരിച്ചെഴുതാനാണ് ചോദ്യം. ഓപ്ഷൻസ്: കൺ പ്ലസ് ടു, കൺ പ്ലസ് തു, കൺ പ്ലസ് ഡു, ക പ്ലസ് ഡു. ഇതിലേതാണ് ഉത്തരം? ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൺ പ്ലസ് തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൺ പ്ലസ് തു. അടുത്ത ചോദ്യം നോക്കൂ, നമ്പ്യാർ എതിർലിംഗം എഴുതുക. നമ്പ്യാർ എന്നതിൻ്റെ എതിർലിംഗം എഴുതാനാണ് ചോദ്യം. അപ്പോൾ നങ്ങ്യാർ, കുഞ്ഞമ്മ, കോവിലമ്മ, കെട്ടിലമ്മ. ഇതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണ്, നമ്പ്യാർ എന്നതിൻ്റെ എതിർലിംഗം നങ്ങ്യാർ. ഉത്തരം നങ്ങ്യാർ. സദാ പ്ലസ് ഏവ ചേർത്തെഴുതുക. സദാ പ്ലസ് ഏവ എന്നീ രണ്ട് പദങ്ങളും ചേർത്തെഴുതാനാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സദേവ, സദൈവ, സദേവ, സദൈവ. ഇതിനേതാണ് ഉത്തരം? ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സദൈവ. സദാ പ്ലസ് ഏവ, സദൈവ. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക. ഓപ്ഷൻസ്: പൊടിയിട്ട് വിളക്കുക, ഇലയിട്ട് ചവിട്ടുക, കടുവാക്കൂട്ടിൽ തലയിടുക, അടിക്കല്ല് മാന്തുക. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇലയിട്ട് ചവിട്ടുക. ഇലയിട്ട് ചവിട്ടുക. അടുത്ത ചോദ്യം, വിപരീത പദം എഴുതുക. രസം എന്ന വാക്കിൻ്റെ വിപരീത പദം എഴുതാനാണ് ചോദ്യം. അരസം, വിരസം, നീരസം, സരസം. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? രസം എന്നതിൻ്റെ വിപരീത പദം നീരസമാണ്. ഓപ്ഷൻ സി, നീരസം. രസം, നീരസം. കുയിൽ എന്നർത്ഥം വരുന്ന പദമേത്? കുയിൽ എന്നർത്ഥം വരുന്ന പദമേത് എന്നതാണ് ചോദ്യം. കാരവം, ചക്രാംഗം, ഭഗം, പിഗം. ഇതിലേതാണ് കുയിൽ എന്നർത്ഥം വരുന്ന പദം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പിഗം. കുയിൽ എന്നർത്ഥം വരുന്ന പദം പിഗം. ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ. ശരിയായ മലയാള പരിഭാഷ ഏത്? ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ. ഓപ്ഷൻസ്: ഇതാണ് ഇന്നത്തെ ഉത്തരവ്, ഇത് നിലവിലുള്ള ഉത്തരവാണ്, ഇതാണ് നിലനിൽക്കുന്ന ഉത്തരവ്, ഈ ഉത്തരവ് നിലനിൽക്കും. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്.
ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഇത് നിലവിലുള്ള ഉത്തരവാണ് എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. ശരിയായ രൂപമേത് എന്നതാണ് ചോദ്യം. ലക്ഷ്മി ദേവി, വായനാശീലം, രക്ഷകർത്താവ്, വായ്പാ നയം. ഇതിലേതാണ് ശരിയായിട്ടുള്ള രൂപം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വായ്പാ നയം. ശരിയായ രൂപം ഏതാണ്? വായ്പാ നയം. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തുക. ഓപ്ഷൻസ്: പേന രാമനും കൃഷ്ണന് പെൻസിലും കൊടുത്തു. അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം. മദ്യം തൊടുകയും രുചിക്കുകയോ ചെയ്യരുത്. ഇതിലേതാണ് ശരിയായ വാക്യപ്രയോഗം? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം എന്നതാണ് ശരിയായ രൂപത്തിൽ ഇവിടെ വാക്യത്തെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിലാണ് ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം. ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. കോടിമുണ്ട് എന്ന പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. കോടിമുണ്ട് എന്ന പദത്തിൻ്റെ അർത്ഥം കണ്ടെത്താനാണ് ചോദ്യം. ഓപ്ഷൻസ്: നിറമുള്ള, വിലപിടിച്ച, പഴയ, പുതിയ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കോടിമുണ്ട് എന്ന പദത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പുതിയ. കോടിമുണ്ട് പുതിയ. ഭരതവാക്യം ചൊല്ലുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അവസാനിപ്പിക്കുക, തുടങ്ങുക, കൂലി കൊടുക്കുക, പണത്തിന് പാടുക. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഭരതവാക്യം ചൊല്ലുക. ഓപ്ഷൻ എ ആണ്, അവസാനിപ്പിക്കുക. ഭരതവാക്യം ചൊല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക. അടുത്ത ചോദ്യം. ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആരാണ്? താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത്? ഓപ്ഷൻസ്: മായൻ, കോരൻ, വിശ്വം, ചുടലമുത്തു. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മായൻ. ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആരാണ്? മായൻ. അടുത്ത ചോദ്യം നോക്കൂ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ്? കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ്? ഓപ്ഷൻസ്: കെ എം മാത്യു, വി വി അയ്യപ്പൻ, യു കെ കുമാരൻ, പി സി കുട്ടിക്കൃഷ്ണൻ. ഇതിലേതാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വി വി അയ്യപ്പൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? വി വി അയ്യപ്പൻ. ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥമേത്? ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥമേത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ലോകസത്യം, അപ്രിയ സത്യം, നഗ്നസത്യം, ദുഃഖസത്യം. ഇതിലേതാണ് ഹോം ട്രൂത്ത് എന്ന വാക്കിന് തുല്യമായ അർത്ഥം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അപ്രിയ സത്യം. ഹോം ട്രൂത്ത്, അപ്രിയ സത്യം. അടുത്ത ചോദ്യം. അർജന്റീനയുടെ ജേഴ്സി എഴുതിയത് ആരാണ്? അർജന്റീനയുടെ ജേഴ്സി എന്നത് എഴുതിയത് ആരാണ്? ഓപ്ഷൻസ്: ബെന്യാമിൻ, ഗാലിദ് ഹൊസൈനി, ലയണൽ മെസ്സി, കെ ആർ മീര. ശരിയായ ഉത്തരം ഏതാണ്? ബെന്യാമിൻ. അർജന്റീനയുടെ ജേഴ്സി എന്നത് എഴുതിയത് ബെന്യാമിൻ. അപ്പോൾ നമ്മളിവിടെ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.